all, welcome to K2CSC. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 4ലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കൺവേർട്ട് ദ ഫോളോയിങ് സെൻറ്റൻസ് ഇൻറ്റു ഫസ്റ്റ് ഓർഡർ ലോജിക്ക്. അപ്പോൾ ഇത് നമുക്കിപ്പം എക്സാമിന് പാർട്ട് ബിയിലെ 7 എണ്ണം തന്നിട്ട് ഓരോന്നിനും ഓരോ മാർക്ക് വെച്ചിട്ട് 7 എണ്ണം എഴുതുമ്പോൾ 7 മാർക്കൊക്കെ കിട്ടും. അപ്പം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് ലോജിക്കോടുകൂടി ചിന്തിച്ചാൽ ഈ ഫസ്റ്റ് ഓർഡർ ലോജിക്കിലെ പ്രോബ്ലം എല്ലാം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് സെൻറ്റൻസ് നോക്കിക്കേ, ഓൾ ബേർഡ്സ് ഫ്ലൈ. എന്താ പറയുന്നത്? എല്ലാ പക്ഷികളും പറക്കും. ഓക്കെ, ഇപ്പം ജസ്റ്റ് ബേർഡ്സ് ഫ്ലൈ എന്നാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഫ്ലൈ ഓഫ് ബേർഡ് എന്ന് പറയാം. അതായത് ബേർഡ് പറക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഓൾ ബേർഡ്സ് ഫ്ലൈ, എല്ലാ ബേർഡ്സും പറക്കും. സോ ഓൾ എന്ന് പറയുമ്പോൾ ഓർത്തോണം നമ്മുടെ യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ ആണ്. അപ്പോൾ യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ ആയിട്ടുള്ള സിമ്പൽ ഇതിടണം, ഫോർ ഓൾ എക്സ്. അതായത് നമ്മുടെ ബേർഡ്സ് ആണ് ഇവിടെ ഒബ്ജക്റ്റ്. ആ ഒബ്ജക്റ്റിനെ ഡിനോട്ട് ചെയ്യാനാണ് ഞാൻ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ എടുത്തത്. അപ്പോൾ ഫോർ ഓൾ എക്സ്, എക്സ് എന്ന് പറയുന്ന ആരാ? ബേർഡ് ഓഫ് എക്സ്. അതായത് ബേർഡാണ് എക്സ്. ഈ ബേർഡ് എന്ത് ചെയ്യും? ഫ്ലൈ ചെയ്യും. ആരാ ഫ്ലൈ ചെയ്യുന്നേ? ഈ എക്സ് എന്ന് പറയുന്ന ബേർഡ്. ഓക്കെ, അതായത് നമ്മുടെ ഫങ്ഷൻ എന്ന് പറയുന്ന ഇംപ്ലൈ സിമ്പിൾസിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് എഴുതിയത്. അപ്പോൾ ഇതെങ്ങനെ എഴുതിയത്? ഓള് വന്നതുകൊണ്ട് ഫോർ ഓൾ കൊടുത്തു. ബേർഡ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ ഡിനോട്ട് ചെയ്യാൻ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ എടുത്തു. ഇപ്പോൾ ഫോർ ഓൾ എക്സ്, എക്സ് എന്ന് പറഞ്ഞാൽ ആരാ? ബേർഡ് ഓഫ് എക്സ്. ബേർഡാണ് എക്സ്. ഫ്ലൈ ഓഫ് എക്സ് എന്ന് വെച്ചാൽ ആ എക്സ് പറക്കും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ നമ്മൾ വായിക്കും? ഫോർ ഓൾ എക്സ്, ഇഫ് എക്സ് ഇസ് എ ബേർഡ് ദെൻ ബേർഡ് വിൽ ഫ്ലൈ. ആ ബേർഡ് പറക്കും. ഇനി എന്താ? എവ്രി മാൻ റെസ്പെക്ട് ഹിസ് പാരൻറ്റ്. എല്ലാ മാനും എന്താ? പാരൻസിനെ റെസ്പെക്റ്റ് ചെയ്യും. അപ്പം എല്ലാം, അപ്പോൾ ഫോർ ഓൾ. മാനെ റെപ്രസെൻ്റ് ചെയ്യാൻ എക്സ്. ഈ എക്സ് എന്ന് പറയുന്ന ആരെ റെപ്രസെൻ്റ് ചെയ്യുന്ന? മാനിനെ. ഇനി മാൻ ചെയ്യുന്ന ഫങ്ഷൻ എന്താ? റെസ്പെക്റ്റാണ് ചെയ്യുന്നത്. അപ്പം എങ്ങനെ എഴുതാം? റെസ്പെക്റ്റ് ആണ് ആള് ചെയ്യുന്നത്. ഇവിടം കൊണ്ട് നിർത്തിയാൽ മതിയോ? ഇപ്പം എവ്രി മാൻ റെസ്പെക്റ്റ് എന്നായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും മതി ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷെ ആരെ റെസ്പെക്റ്റ് ചെയ്യുന്നു? പാരൻസിനെ. സോ അതും കൂടെ ഒരു കോമ ഇട്ടിട്ട് നമ്മൾ നൊട്ടേറ്റ് ചെയ്യണം. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ? പാരൻസ്. ഇനി എന്താ? സം ബോയ്സ് പ്ലേ ക്രിക്കറ്റ്. എല്ലാ ബോയ്സും അല്ല, സം ബോയ്സ്. സപ്പോസ് ഇത് ഓൾ ബോയ്സ് എന്നായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? ഫോർ ഓൾ. ബോയ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ എക്സ് എന്നിട്ടിട്ട്, എക്സ് എന്ന് പറഞ്ഞാൽ ബോയ്സ് ഓഫ് എക്സ് ആണ്. ഫങ്ഷൻ എന്ന് പറയുന്നത് പ്ലേ ആണ്. പിന്നെ എന്താ? ആരാ കളിക്കുന്നേ? എക്സാ കളിക്കുന്നത്. അപ്പം സം ബോയ്സ് പ്ലേ എന്നായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും മതി. പിന്നെ എന്ത് കളിക്കുന്നു എന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട് ഈ പാരൻസിനെ പോലെ. അപ്പം എന്താ? ക്രിക്കറ്റ്, എക്സ് കോമ ക്രിക്കറ്റ് എന്ന് എഴുതണം. ഇതെന്ന് പറയുന്നത് ഫോർ ഓളിൻ്റെ കണ്ടീഷൻ. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ? സം എന്നേ ഉള്ളൂ, കുറച്ച്. അപ്പം നമ്മുടെ എന്താ? എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറിൻ്റെ സിമ്പിളായ ദെയർ എക്സിസ്റ്റ് എടുത്താൽ മതി. ഈ സിമ്പിളിന് പകരം ഇത്. ബാക്കിയെല്ലാം അതുപോലെ തന്നെ. ദെയർ എക്സിസ്റ്റ് എക്സ്, ബോയ്സ് ഓഫ് എക്സ് ഗീവ്സ് പ്ലേസ് ഓഫ് എക്സ് കോമ ക്രിക്കറ്റ്. ക്ലിയർ ആയില്ലേ? ഇനി എന്താ പറയുന്നത്? നോട്ട് ഓൾ സ്റ്റുഡൻസ് ലൈക്ക് ബോത്ത് മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ്. അതായത് മാത്സും സയൻസും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾ ഇല്ല. എല്ലാ സ്റ്റുഡൻസും ഒരുപോലെ ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഇങ്ങനെയെന്ന് പറയുമ്പോൾ നെഗേഷൻ സെൻറ്റൻസ് ആണ്. ഇങ്ങനെ ഒരെണ്ണം വരുമ്പോൾ നമ്മൾ ഈ നോട്ടിനെ അങ്ങ് മാറ്റണം. ആദ്യം മാറ്റിയിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് വായിക്കണം. ഓൾ സ്റ്റുഡൻസ് ലൈക്ക് ബോത്ത് മാത്തമാറ്റിക്സ് സയൻസ്. അപ്പോൾ എന്താ? എല്ലാ കുട്ടികൾക്കും മാത്സും സയൻസും ഇഷ്ടമാണ്. ആ കണ്ടീഷൻ എഴുതിയിട്ട് ഒരു നെഗേഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ നോട്ട് ആവത്തില്ലേ? സോ നമുക്ക് ഈ കണ്ടീഷൻ എഴുതാം. ഓൾ സ്റ്റുഡൻസ് ലൈക്ക് ബോത്ത് മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ്. അപ്പോൾ ഓൾ എന്ന് പറയുമ്പോൾ ഫോർ ഓൾ. എക്സ് സ്റ്റുഡൻസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റുഡൻസ് ഓഫ് എക്സ് ആണ്. ഗീവ്സ്, ഇവിടുത്തെ ഫങ്ഷൻ എന്താ? ലൈക്ക് ആണ്. അപ്പം ലൈക്ക് രണ്ടും ഉണ്ട്. അപ്പോൾ എക്സ് കോമ മാത്തമാറ്റിക്സ്, സ്റ്റുഡൻസിന് എന്താ? മാത്സും ഇഷ്ടമാണ്. ആൻഡ്, സോ നമ്മൾ എന്ത് ചെയ്യണം? ആൻഡ് സിമ്പിൾ ഇടണം. ആൻഡ് എന്ത് ഇഷ്ടമാണ്? ലൈക്സ് എക്സ് കോമ സയൻസ്. ഇപ്പം എന്തായി? എല്ലാ കുട്ടികൾക്കും മാത്സും സയൻസും ഇഷ്ടമാണ്. ഇനി ഇത് ഇഷ്ടമാണെന്നായി, ഇഷ്ടമല്ല എന്ന് കാണിക്കണം. അപ്പോൾ ഇവിടെ ഒരു നെഗേഷൻ ഇടണം. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഹോൾ സിമ്പിളിനാകത്തില്ല. സോ നമ്മളിവിടെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് ഇവിടെ അത് ക്ലോസ് ചെയ്യുമ്പം ഹോൾ ആവും. ജസ്റ്റ് ഇതും കൂടെ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. മനസ്സിലായ? അപ്പോൾ ഈ ഒരു സംഭവമായി. എളുപ്പമായില്ലേ? ഇനി എന്താ പറയുന്നത്? ഓൺലി വൺ സ്റ്റുഡൻറ്റ് ഫെയിൽഡ് ഇൻ മാത്തമാറ്റിക്സ്. മാത്സിന് ഒരൊറ്റ കുട്ടി മാത്രമേ ഫെയിൽ ആയുള്ളൂ. ബാക്കി എല്ലാവരും എന്ത് ചെയ്തു? ജയിച്ചു.
അപ്പോൾ നമുക്ക് എങ്ങനെ പറയണം, അത് നമുക്ക് അതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്തെടുക്കാം അല്ലേ. ഓൺലി വൺ സ്റ്റുഡൻറ്റ് ഫെയിൽഡ് ഇൻ മാത്തമാറ്റിക്സ്, അവിടെ അത്രേ പറയുന്നുള്ളൂ, ഒരു കുട്ടി മാത്രമേ മാത്സിന് തോറ്റുള്ളൂ. അപ്പം അതിൻ്റെ അർത്ഥം എന്തുവാ, ബാക്കി എല്ലാ കുട്ടികളും ജയിച്ചു എന്നാണ്. അപ്പം നമുക്ക് ഒരു കുട്ടിയുടെ എഴുതാം. അപ്പം there exist എക്സ് ആണ്, അതെന്ന് പറയുന്നത് ആരെ ഡിനോട്ട് ചെയ്യുന്നു, സ്റ്റുഡൻറ്റ് ഓഫ് എക്സിനെ ഡിനോട്ട് ചെയ്യുന്നു. അവിടുത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഫെയിൽഡ് ആണ്. ആരാ ഫെയിലായ, എക്സ് എന്ന് പറയുന്ന കുട്ടി. എന്തിലാ ഫെയിലായത്, മാത്തമാറ്റിക്സിലാണ് ഫെയിൽഡ് ആയത്. അപ്പം ഒരു കുട്ടി മാത്രമേ തോറ്റുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ, ബാക്കി കുട്ടികളെല്ലാം ജയിച്ചു. അപ്പം എന്ത് എഴുതണം, ആൻഡ് ഫോർ ഓൾ വൈ, ബാക്കി കുട്ടികളെയാണ് വൈ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഫോർ ഓൾ എന്ന് വെച്ചാൽ ബാക്കി എല്ലാ കുട്ടികളും വൈ ആണ്. അപ്പം അവരാരും എന്തല്ല, എക്സ് അല്ല എന്ന് നമുക്ക് പറയണം. അപ്പം എക്സ് അല്ല എന്ന് നമ്മൾ എങ്ങനെ പറയും, ആദ്യം എക്സ് ആണ് എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇതിൻ്റെ അർത്ഥം എന്തുവാ, എക്സ് ആണ്. ഇനി ഇവിടെ ഒരു നെഗേഷൻ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താവും, എക്സ് അല്ല. അപ്പോൾ ഫോർ ഓൾ വൈ, വൈ എന്ന് പറഞ്ഞാൽ എന്ത്, എക്സ് അല്ല. ആൻഡ് സ്റ്റുഡൻറ്റ് ഓഫ് വൈ എന്ന് പറയുന്നത് എന്താ, മാത്സിന് തോറ്റില്ല എന്ന് നമ്മൾ പറയണ്ടേ. അപ്പം എങ്ങനെ എഴുതും, സ്റ്റുഡൻറ്റ് ഓഫ് വൈ, അതായത് ആ വൈ എന്ന് പറയുന്ന കുട്ടി എന്ത് ചെയ്തില്ല, മാത്സിന് തോറ്റില്ല. അപ്പോൾ നമുക്ക് ആദ്യം തോറ്റു എന്ന് പറഞ്ഞിട്ട് നെഗേഷൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫെയിൽഡ് ഓഫ് വൈ കോമ മാത്തമാറ്റിക്സ്, ഇതിൻ്റെ അർത്ഥം എന്താ, നമ്മുടെ വൈ എന്ന് പറയുന്ന കുട്ടി മാത്സിന് ഫെയിലായി. ഇനി നെഗേഷൻ ഇട്ട് കൊടുത്താൽ അതിൻ്റെ അർത്ഥം എന്താവും, വൈ എന്ന് പറയുന്ന കുട്ടി മാത്സിന് ഫെയിലായില്ല. ഓക്കെ, ഇനി ജസ്റ്റ് ഇതെല്ലാം കാണിക്കാൻ വേണ്ടി ആ സ്ക്വയർ ബ്രാക്കറ്റൊക്കെ കറക്റ്റ് ആവാൻ വേണ്ടി ഇവിടെ ഇട്ട് കൊടുത്ത് ഇവിടെ ഇട്ട് കൊടുത്ത്. അപ്പോൾ മനസ്സിലായോ, ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്തത്, ഒരു സ്റ്റുഡൻറ്റ് മാത്സിന് ഫെയിലായെന്ന് എഴുതി. അതാണ് there exist എക്സ് സ്റ്റുഡൻറ്റ് ഓഫ് എക്സ് ഫെയിൽഡ് ഓഫ് എക്സ് എന്നായിരുന്നു. ഓക്കെ, ഫെയിൽഡ് ഓഫ് എക്സ് കോമ മാത്തമാറ്റിക്സ്. അപ്പോൾ ബാക്കി എല്ലാ കുട്ടികളും പാസ്സായി എന്ന് കാണിക്കാൻ ആൻഡ് ഫോർ ഓൾ വൈ, എല്ലാ വൈകളും. ഓക്കെ, ഇനി എന്താ പറഞ്ഞേ, ഈ വൈയും എക്സ് ഈക്വൽ അല്ല. അപ്പോൾ എക്സ് ഈക്വൽ ടു വൈ എന്ന് എഴുതി നെഗേഷൻ ഇട്ട് കൊടുത്തു. അപ്പോൾ വൈ എക്സ് അല്ല എന്ന് എഴുതി. ആൻഡ് ഈ പറയുന്ന സ്റ്റുഡൻറ്റ് ഓഫ് വൈ എന്ന് പറയുന്നത് ഫെയിൽഡ് വൈ കോമ മാത്തമാറ്റിക്സ്, ആദ്യം ഫെയിൽ ആയി എന്ന് എഴുതി, എന്നിട്ടൊരു നെഗേഷൻ ഇട്ട് കൊടുത്തപ്പോൾ ഫെയിൽ അല്ല എന്നായി. പിന്നെ ബ്രാക്കറ്റ് കറക്റ്റ് ചെയ്തു. ഓക്കെ, ഇനി കുറച്ച് സിമ്പിളായിട്ടുള്ളത് നോക്കാം. അപ്പു ലൈക്സ് മാംഗോ, അപ്പുവിന് മാംഗോ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ എഴുതാം, ഫോർ ഓൾ എന്ന് എഴുതാൻ പറ്റത്തില്ല, എല്ലാ അപ്പുമാർക്കും എന്ന് പറയുന്നില്ല, ഒരു അപ്പുവിന് മാംഗോ ഇഷ്ടമാണ് എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം, ലൈക്സ് ഓഫ്, ഇങ്ങനെയുള്ള കണ്ടീഷനിൽ അപ്പു കോമ മാംഗോ, അപ്പുവിന് മാംഗോ ഇഷ്ടമാണ്. ഇനി എന്ത് പറയും, മാളു ഈസ് എ ഗേൾ, മാളു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ എന്തെഴുതാം, ഇവിടെ ഗേൾ ആണ്. ഓക്കെ, ഗേൾ ഓഫ് മാളു, മാളു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. ഓൾ കേരളൈൻസ് ആർ ഇന്ത്യൻ, എല്ലാ കേരളൈറ്റ്സ് ആണ്, എല്ലാ കേരളൈറ്റ്സും എന്താ, ഇന്ത്യൻ ആണ്, എല്ലാ കേരളീയരും ഇന്ത്യൻ ആണ്. അപ്പം ഫോർ ഓൾ എക്സ്, എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കേരളീയസ് ഓഫ് എക്സ് ഇംപ്ലൈസ് എന്ത് വരും, കേരളീയസ് ഓഫ് എക്സ് ഇംപ്ലൈസ് എന്താ, ഇന്ത്യൻ അല്ലേ അവർ, അപ്പം ഇന്ത്യൻ ഓഫ് എക്സ്. ഇനി ഇത് പറഞ്ഞുതരാവേ. ഇനി ഇത് നോക്കിക്കേ, എവ്രി വൺ ലവ്സ് എവ്രി വൺ, എല്ലാവർക്കും എല്ലാവരെയും ഇഷ്ടമാണ്. ഇതെങ്ങനെ കാണിക്കണമെന്ന് പറഞ്ഞാൽ, ഫോർ ഓൾ എക്സ് ഫോർ ഓൾ വൈ, എല്ലാവർക്കും എല്ലാവരെയും, എക്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും, വൈ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും, ഗീവ്സ് ലവ്സ് ഓഫ് എക്സ് കോമ വൈ. ഇത് ഓർത്തിരിക്കണം, ഫോർ ഓൾ എക്സ് ഫോർ ഓൾ വൈ ഗീവ്സ് ലവ്സ് ഓഫ് എക്സ് കോമ വൈ. ഇതെന്താ എഴുതിയത്, എവ്രി പേഴ്സൺ ഹു ബൈ എ പോളിസി ഈസ് എ സ്മാർട്ട്, അതായത് ഒരു പോളിസി എടുത്ത എല്ലാ ആൾക്കാരും സ്മാർട്ടാണ്. അപ്പം ഫോർ ഓൾ എക്സ്, എക്സ് എന്ന് പറയുന്ന എല്ലാവരും, ബൈസ് ഓഫ് എക്സ് കോമ പോളിസി, അപ്പം പോളിസി എടുത്തത് ആരാ, എക്സ് ആണ്, അവരെന്താ എടുത്തത്, ബൈസ് എടുത്തു, ഗീവ് സ്മാർട്ട് ഓഫ് എക്സ്, ഇത് ഇങ്ങനെയാണ് എഴുതാൻ കേട്ടോ. അതായത് ഫോർ ഓൾ എക്സ്, പോളിസി എടുത്ത എല്ലാവരും, ബൈസ് ഓഫ് എക്സ് കോമ പോളിസി, ആ പോളിസി എടുത്ത എല്ലാ ആൾക്കാരും സ്മാർട്ട് ഓഫ് എക്സ് ആണ്. അപ്പോൾ നിങ്ങളൊരു ഡൗട്ട് ചോദിക്കും, നമുക്കിത് ഇങ്ങനെ എഴുതിക്കൂടെ, ഫോർ ഓൾ എക്സ്, എക്സ് എന്ന് പറയുന്നത് എന്താ, പേഴ്സൺ ഓഫ് എക്സ് ആണ്, ഗീവ്സ് എന്ന് പറയുന്നത് ബൈസ് ഓഫ് എക്സ് കോമ, അങ്ങനെ എഴുതാൻ പറ്റത്തില്ല. കാര്യം ഇവിടെ ഇപ്പം ഇത് മാത്രമായിരുന്നെങ്കിൽ എവറി പേഴ്സൺ ഹു ബൈസ് എ പോളിസി, അങ്ങനെ മാത്രമായിരുന്നെങ്കിൽ ബൈസ് ഓഫ് എക്സ് കോമ പേഴ്സൺ എന്ന് നമുക്ക് എഴുതാമായിരുന്നു. ഓക്കെ,
ഇവിടെ എന്ന് പറയുന്നത് y, x എന്ന് എഴുതായിരുന്നു. ഇവിടെ എന്ന് പറയുന്നത് ഈസ് എ സ്മാർട്ട്, അങ്ങനെ ഒരു കണ്ടീഷനൂടെ പറയുന്നത് കൊണ്ട് ഈ കണ്ടീഷനെ നമ്മൾ ഇംപ്ലൈസിൻ്റെ അപ്പുറത്താക്കണം. അതായത് അത് എപ്പോഴും ഓർക്കുക, അങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോൾ ആ കണ്ടീഷനെ നമ്മൾ ഇംപ്ലൈസിന് അപ്പുറത്താക്കണം. എങ്കിൽ ബാക്കിയുള്ളതിനെല്ലാം ഇപ്പുറത്ത് എഴുതണം. അപ്പോൾ ഫോർ എക്സ് എന്താ ബൈസ് ഓഫ് എക്സ് പോളിസി ആണെങ്കിൽ എന്താണ്, അവർ സ്മാർട്ടാണ്. ഇനി അടുത്ത് നോക്കിക്കേ, ഓൾ റെഡ് ഫ്ലവേഴ്സ് ആർ ബ്യൂട്ടിഫുൾ. റെഡ് ഫ്ലവേഴ്സ് എല്ലാം ബ്യൂട്ടിഫുൾ ആണ്. ഇപ്പോൾ ഫോർ ഓൾ എക്സ് ഫ്ലവേഴ്സ് ഓഫ് എക്സ് ആൻഡ് റെഡ് ഓഫ് എക്സ്, അതായത് എക്സ് ആണ് ഫ്ലവർ. ഓക്കെ, ചുവന്ന നിറത്തിലുള്ള ഫ്ലവർ, അത് റെഡ് ഫ്ലവറും കൂടെ ആണെങ്കിൽ അത് ബ്യൂട്ടിഫുൾ ആയിരിക്കും. അപ്പോൾ ആൻഡ് ഇവിടെ ചേർക്കണം. ഓക്കെ, ഫോർ ഓൾ എക്സ് ഫ്ലവേഴ്സ് ഓഫ് എക്സ് ആൻഡ് റെഡ് ഓഫ് എക്സ് ആണെങ്കിൽ ബ്യൂട്ടിഫുൾ ഓഫ് എക്സ്. സോ ഇത് FOILൻ്റെ കുറേ എക്സാമ്പിൾസ് ആണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും വീണ്ടും എഴുതി പ്രാക്ടീസ് ചെയ്യുക. ആരും സ്കിപ്പ് ചെയ്യരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമാണ്. ഒരുവിധ ലോജിക്കോട് ചിന്തിച്ചാൽ നമുക്ക് 7 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്ക് എക്സാമിന് ഉറപ്പായിട്ടും കിട്ടുന്നതാണ്. സോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഫോർ more videos.